ഇനി എന്താണ് നടക്കുന്നുള്ളത് എനിക്ക് അറിയില്ല. പോയി കണ്ട ശേഷം വേണം എന്തെങ്കിലും പറയാൻ. SNDP യോഗത്തിൻ്റെ നേതൃത്വത്തിൽ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ടില്ലല്ലോ ഇതുവരെ. കേരളത്തിലെ ഭൂരിപക്ഷ സമുദായത്തിൻ്റെ കൂട്ടായ്മയായിരിക്കും ഉണ്ടാകാൻ വേണ്ടി പോകുന്നതെന്ന് ജനറൽ സെക്രട്ടറി വളരെ വ്യക്തമായിട്ട് SNDP യോഗം പറഞ്ഞിട്ടുള്ളതാണ്. അതിൻ്റെ ചർച്ചയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെല്ലാവരും അവിടെ കൂടിയിട്ടുണ്ട്. ഞാനിവിടെ എത്തിയതേ ഉള്ളൂ. പോയി കണ്ടാലേ അറിയാൻ പറ്റത്തുള്ളൂ. SNDP യോഗമല്ല രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുന്നത്. അതിനകത്ത് ഇപ്പോൾ SNDP യോഗത്തിൽ നിൽക്കുന്ന എല്ലാവരും ഈ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയാൽ പോലും വരും എന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി SNDP യോഗം പറഞ്ഞിട്ടില്ല. അതിനകത്ത് ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടി നിൽക്കുന്ന സമുദായത്തിലുള്ള ആളുകളുണ്ടോ അവരവരുടെ നിൽക്കാൻ കഴിയും. അതിനുശേഷം അതിന് എന്താണ് തീരുമാനം എടുക്കുന്നുള്ളൂ അടുത്ത ദിവസം കാണാൻ വേണ്ടി പോകുന്നത്. അതിൽ പല ആളുകളും അവർ പല രാഷ്ട്രീയ പാർട്ടികൾ വിശ്വസിക്കുന്നവരാണ്. അവർ ചിലപ്പോൾ അവനകത്ത് നിൽക്കും, ചിലർ രാജിവെക്കും. അതൊക്കെ വരാൻ വേണ്ടി പോകുന്ന ദിവസം കാണാൻ വേണ്ടി പോകുന്ന കാര്യങ്ങളാണ്. അങ്ങനൊരു കാര്യമില്ല. ഇപ്പോൾ SNDP യോഗം ജനറൽ സെക്രട്ടറിയുടെ അഭിപ്രായം എന്ന് പറയുന്നത് SNDP യോഗത്തിൻ്റെ യൂണിയൻ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, സെക്രട്ടറിമാർ പറയുന്ന അഭിപ്രായത്തിനനുസരിച്ച് മാത്രമേ ജനറൽ സെക്രട്ടറി നിൽക്കാൻ കഴിയൂ. അത് കഴിഞ്ഞ ദിവസം ഇവിടെ വെച്ച് നടന്ന സമ്മേളനത്തിൽ തന്നെ 138ഓളം യൂണിയനിലെ നേതാക്കന്മാർ വന്നിട്ട് 4 പേരൊഴികെ ബാക്കിയുള്ളവരെല്ലാവരും അത് അനുകൂലമായിട്ടാണ് പറയുകയുണ്ടായത്. പ്രസക്തി എന്ന് ചോദിച്ചാൽ ഈ സമുദായത്തോട് കാണിക്കുന്ന അവഗണന, ഇവിടെ പുരുഷ സമുദായത്തിന് ഈ രാജ്യത്ത് ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും ഒന്നും ഒരു തരത്തിലുള്ള ഒരു പരിഗണനയും തന്നിട്ടില്ല. അതുകൊണ്ട് തുല്യ ദുഃഖിതരായിട്ടുള്ള ആളുകളുടെ ഒരു കൂട്ടായ്മയാണ് ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്. NSS ജനറൽ സെക്രട്ടറിയുടെ അഭിപ്രായം, NSSൻ്റെ ജനറൽ സെക്രട്ടറിയുടെ അഭിപ്രായമാണത്. പക്ഷേ നായർ സമുദായത്തിലുള്ള വേറെ ഒരുപാട് ആളുകൾ ഇതിന് സഹകരിക്കാൻ തയ്യാറാണ്. ഒരു രാഷ്ട്രീയ പാർട്ടി സെപ്പറേറ്റ് ഉണ്ടായപ്പോൾ SNDP ഈ പറയുന്ന പുതിയ സംഘടനയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ BJP യോ കോൺഗ്രസോ പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ അവരുടെ ആരുടെ കൂടെ നിൽക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തിട്ടില്ല. ഇതൊക്കെ വരാൻ വേണ്ടി പോകുന്ന രാഷ്ട്രീയ പാർട്ടി ഉണ്ടാകണം, ഉണ്ടായ ശേഷം ആരുടെ കൂടെ ഘടകകക്ഷിയാകണം എന്നൊക്കെയുള്ളത് വരും ദിവസങ്ങളിൽ കാണാൻ വേണ്ടി കാര്യങ്ങളാണ്. അതൊക്കെ ഞാൻ ഒറ്റയ്ക്ക് എടുക്കുന്ന തീരുമാനങ്ങളല്ലല്ലോ അതൊന്നും. ഇതൊക്കെ പിന്നെ സംഘടനയുമായി ആലോചിക്കാതെ ഒരു കാര്യങ്ങളും എനിക്ക് ചെയ്യാൻ കഴിയില്ല. അങ്ങനെ ഒരു ഓഫറും ഇല്ല. അത്തരത്തിലുള്ള ഓഫർ ഇതുവരെ ഇല്ല. ഇല്ലാത്ത കാര്യങ്ങൾ ചുമ്മാ ഇത് പുറത്തു നിന്ന് ഈ അന്ധൻ ആനയെ കാണുന്ന പോലെ ഒരുപാട് തരത്തിലുള്ള അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. പക്ഷെ അതൊക്കെ തെറ്റാണ്. അത് സംശയം വേണ്ട. അതിന് എന്തായാലും ഡിസംബർ മാസത്തോടു കൂടെ ഒരു രാഷ്ട്രീയ പാർട്ടി കേരളത്തിൽ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയം ഉണ്ടാവില്ല.